സാധുദർശനം, പാപവിമോചനം. ഓം ശാന്തി ശാന്തി ശാന്തി. ബ്രഹ്മകുമാരീസ് രാജയോഗ ധ്യാന കേന്ദ്രത്തിൻ്റെ പാലക്കാട് ജില്ലയിലെ വിശേഷ പരിപാടികൾ 2026 ജനുവരി 26 എന്ന ശുഭകരമായ ഭാരതത്തിൻ്റെ ഗണതന്ത്ര ദിവസത്തിലാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. മൗണ്ട് അബുയിൽ നിന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ രാജയോഗിനി ജയന്തി ദീദി വരുന്നു എന്നുള്ളത് വളരെ വിശേഷകരമായ ചടങ്ങാണ്. ഇടത്തറ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഈ ചടങ്ങുകൾ മുഴുവനും ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം നടക്കുന്നത്. കേരളത്തിലെ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രത്യേകം സ്വാഗതമാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. രാജയോഗ എന്നത് ഭക്തിയോഗത്തിൻ്റെയും ക്രിയായോഗത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും ജ്ഞാനയോഗത്തിൻ്റെയും ഒരു മിശ്രിതമാകുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖമുദ്രയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത്. പാലക്കാട് ജില്ലയിൽ ഈ ധ്യാന കേന്ദ്രം ബ്രഹ്മകുമാരീസ് ഓർഗനൈസേഷൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഏറ്റവും ഉത്തമമായ ഉന്നതമായ നിലയിൽ സാച്ചുറേറ്റഡ് നിലയിൽ ആയിത്തീരുന്നത് മീന ബഹിൻ ഇവിടെ ചാർജ് എടുത്തതിന് ശേഷമാണ് എന്ന് പ്രത്യേകം അറിയിക്കേണ്ടതായിരിക്കുന്നു. വ്യക്തിത്വ വികസനവും കുടുംബത്തിൻ്റെ സംരക്ഷണവും രാജയോഗിയിലൂടെ നടത്തി ഭാരതത്തിൻ്റെ സംസ്കാരത്തെ മുഴുവൻ ധർമ്മരക്ഷ എന്ന പ്രവൃത്തി നടത്തുക എന്നതാണ് ബ്രഹ്മകുമാരീസ് രാജയോഗ ധ്യാന കേന്ദ്രത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രവർത്തന ലക്ഷ്യം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സന്യാസശ്രേഷ്ഠന്മാരെയും ധർമാചാര്യന്മാരെയും ആദരിക്കുന്നതിലും വളരെയധികം സ്വാധീനം ഭാരതത്തിലെ 127 പ്രസ്ഥാനങ്ങളുടെ അകത്ത് ബ്രഹ്മകുമാരീസ് രാജയോഗ സെന്റർ നടത്തുന്നു എന്നുള്ളത് അതിൽ നിന്നും മധു അനുഭവിച്ച ആദ്യകാലത്ത് ട്രെയിനിങ് എടുത്ത എനിക്ക് അഭിമാനത്തോടെയും ആദരവോടും കൂടിയും പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എല്ലാവരും തയ്യാറാകണം എന്നും ബ്രഹ്മകുമാരീസ് രാജയോഗ ധ്യാന കേന്ദ്രത്തിൻ്റെ ശാന്തിയും സമാധാനവും ഓരോ വാർഡുകളിലും നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കണം എന്നതുമാണ് പാലക്കാട് ജില്ലയിലെ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. പാലക്കാടിൻ്റെ ഓരോ മൂലയിലുമുള്ള വാർഡുകളിലും ഈ ധ്യാനത്തിൻ്റെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജസ്വലമായി നടക്കുന്നു. ശിവലിംഗ ദർശനം അതിൻ്റെ വളരെ പ്രത്യേകമായ ഒരു ചടങ്ങാണ്. അതോടൊപ്പം പെരുമാറ്റ രീതികൾ, ഓരോരുത്തരോടും വ്യക്തിത്വ വികസനത്തിന് വേണ്ടി സ്വാധീനിക്കുന്നതായ മാർഗങ്ങൾ, ഇവയെല്ലാം തന്നെ വളരെയധികം എടുത്തു പറയേണ്ടതാണ്. ഭാരത സംസ്കാരത്തിൻ്റെ ആർഷഭാരത സ്ഥിതിയുടെ അകത്ത് ബ്രഹ്മകുമാരീസ് രാജയോഗിനി ധ്യാന കേന്ദ്രം ഏറ്റവും അത്യന്താപേക്ഷിതമായ സംഘടനയാണ് എന്ന് അറിയിച്ചുകൊണ്ട് ജനുവരി 26 ഇടത്തറ കോട്ടയിൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുവാൻ പോകുന്ന രാജയോഗിനി ജയന്തി ദീദിയുടെ വിശേഷ ചടങ്ങിലേക്ക് പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. സാധുദർശനം, പാപ